ഇപ്പോൾ ഏകദേശം ഒരു 2 വർഷമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഒരു പൂവ് വിരിഞ്ഞ് കാണാൻ വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ കഴിഞ്ഞ ഒരു വർഷം മുമ്പേ ചെടി നട്ടു. ചെടിയുടെ പൂവിന്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ ഒരു ഷോപ്പിൽ പോയി തപ്പി പിടിച്ചു. അത് മേടിച്ചോണ്ട് വന്നിട്ട് നട്ടിട്ട് ഏകദേശം ഇപ്പൊ 2ാമത്തെ വർഷമായി. ചെടി ഇപ്പൊ പൂത്തിട്ടുണ്ട്. ചെടി കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചെടി. ഈ ചെടിയുടെ പേരെന്തോന്നറിയോ? പെട്രിയ വാലുബിലിസ്. പേരെ കേട്ട് കഴിഞ്ഞാൽ ഭീകരമാണെന്ന് തോന്നും. മലയാളത്തില് ഈ ചെടിയുടെ പേര് അറിയാവോ എല്ലാവർക്കും? അങ്ങനെ അധികം ആർക്കും അറിയത്തില്ല ഇതിന്റെ പേര്. ഇതിന് നീലമണി എന്നാ പറയുന്നത്. ഓക്കെ, ഭയങ്കര രസമാട്ടോ ഇത് പൂത്ത് നിൽക്കുന്നത്. ഞാൻ അതിന്റെ ഫുൾ വീഡിയോ കാണിച്ചു തരാം. പൂത്ത് നിൽക്കുന്ന ഭയങ്കര ഭംഗിയായി. കാര്യം ഇതിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ലാവൻഡറും ഡാർക്ക് ലാവൻഡറും ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ താഴോട്ട് വരുന്നതനുസരിച്ച് വലിയ പൂക്കളും മുകളിലോട്ട് വരുന്നതനുസരിച്ച് ചെറിയ പൂക്കള് ഒരു ഇതളിന്റെ മേളില് അടുത്ത പൂവായിട്ട് വരുന്ന രീതിയിലാണ് കാണുന്നത്. ഇത് ഏകദേശം നമ്മുടെ മെക്സിക്കൻ നഗരങ്ങളിൽ മാത്രം കണ്ടുവന്ന ചെടിയാണ് നമ്മുടെ നാട്ടിലോട്ട് വന്നിരിക്കുന്നത്. റോബർട്ട് ജെയിംസ് പെട്രെ എന്ന് പറയുന്ന സസ്യശാസ്ത്രജ്ഞന്റെ ഒരു ബഹുമാന സൂചകമായിട്ടാണ് ഈ ചെടിക്ക് പെട്രിയ എന്നുള്ള പേര് വരാൻ കാരണം. വീട്ടിന്റെ മുന്നിൽ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയായി കേട്ടോ. നോക്കി, വള്ളിപ്പടർപ്പാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നല്ല പൊക്കത്തിന് കയറി പോയിട്ടുണ്ട് ഈ ചെടി. നമ്മൾ രാവിലെ എണീറ്റ് മുറ്റത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും ആ സമയത്തുള്ള മഞ്ഞും ഈ ചെടിയുടെ പൂക്കളിലൂടെ കാണാൻ മൊത്തത്തിലൊരു നീല വസന്തമാണ്. വസന്തകാലത്തിന്റെ ആദ്യ സൂചകമായി തന്നെയാണ് ഈ പൂ പൂക്കുന്നത് കേട്ടോ. ഈ പൂക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വസന്തകാലമായി എന്നുള്ളത്. ലാവൻഡർ കളറിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു വെറൈറ്റി ഫീൽ തന്നെയാണ് ഈ പൂക്കൾ നമുക്ക് തരുന്നത്. കുറെ നേരം നോക്കി നിൽക്കാൻ തോന്നും. ഇതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടേ. വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ പോലും ആദ്യമേ വന്ന് ചോദിക്കുന്ന ചോദ്യം ഇത് എന്ത് ചെടിയാണ്. ഇതിന്റെ കമ്പുകൾ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഈ വീടിന്റെ പഴമയ്ക്ക് കുറച്ചുകൂടി മോടി പകരുന്ന രീതിയിലാണ് ഈ ചെടി ഇവിടെ നിൽക്കുന്നത്. ഇതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒത്തിരി ചെടികളും പൂക്കളും നമ്മുടെ ഈ വീട്ടിലുണ്ട്. നമുക്ക് വഴിയെ പരിചയപ്പെടാം. പിന്നെ ചാനല് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ പൂവിന്റെ വിശേഷങ്ങൾ എല്ലാവരിലും എത്തിക്കണം. നല്ല കമന്റുകൾ ഉറപ്പായിട്ടും എഴുതി അറിയിക്കണം. വീഡിയോ ഫുള്ളായി കാണണം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.